നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നാടിനെ കണ്ണീരിലാഴ്ത്തി 4.5 വയസ്സുകാരിയുടെ മരണം. അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ 4.5 വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത്. പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു 1.5 മാസമായി അക്ഷിക. ജനസംഖ്യയുടെ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് കേരളത്തിലാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി. മീയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. NSS കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന് 6.17 കോടിയുടെ ബജറ്റ്. മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപ നീക്കിവെച്ചു. സ്കോളർഷിപ്പ്, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ. കരയോഗ അംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ സഹായത്തിനായി 2 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ വെള്ളക്കെട്ട്. 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. നീരൊഴുക്ക് തടസ്സപ്പെട്ടത് വെള്ളക്കെട്ടിന് കാരണം. തോടിന് പകരം സ്ഥാപിച്ച പൈപ്പിന്റെ വ്യാസം കുറവ്. വിശദമായ വാർത്തകളിലേക്ക്. അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ 4.5 വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു. സ്കൂളിൽ പോകുന്നതിനായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് കുട്ടി ഓടയിൽ വീണത്. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത്. പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു 1.5 മാസമായി അക്ഷിക. കൊട്ടാരക്കര പള്ളിക്കൽ പാലവിളയിൽ അനീഷിന്റെയും രശ്മിയുടെയും മകൾ അക്ഷികയാണ് മരിച്ചത്. പന്മന വടക്കന്തല കരുവാഴത്ത് ക്ഷേത്രത്തിന് സമീപം രശ്മിയുടെ മാതാപിതാക്കളായ രവീന്ദ്രന്റെയും ശോഭനയുടെയും വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീടിന് മുന്നിലൂടെ കടന്നുപോകുന്ന ഓടയുടെ ഭാഗത്ത് കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കവേ ഓടയിലേക്ക് വീഴുകയായിരുന്നു. ഓടയിൽ വീണ് 200 മീറ്ററോളം ഒഴുകിപ്പോയ അക്ഷികയെ ബന്ധുവും 2 വിദ്യാർത്ഥികളും ചേർന്നാണ് പുറത്തെടുത്തത്. കൊച്ചിനെ കണ്ടെന്ന് പോയിട്ട് ഞങ്ങളപ്പോൾ അവിടെ അങ്ങോട്ടൊന്നും ഒരു കൊച്ചു വന്നില്ല. ഞങ്ങളങ്ങനെ അമ്മയും കൊണ്ട് ഇരുന്ന അമ്മയുടെ പുറകെ ഓടി വന്നപ്പോൾ ഇവിടെ എല്ലാവരും കയ്യിൽ കഴിച്ചിലും എന്നൊക്കെ ഞങ്ങളങ്ങനെ നോക്കി എല്ലായിടത്തും നോക്കിയിട്ട് കൊച്ചിനെ കണ്ടില്ല. അങ്ങനെ ഓടയിൽ വീണമെന്ന് അവിടെ ആരാണ്ട് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് നോക്കി സ്ലാബെല്ലാം ഇളക്കിയിട്ടും കൊച്ചിനെ കണ്ടില്ല. അങ്ങനെ ഇവിടെ ചെരുപ്പ് കണ്ടു കൊച്ചിൻ്റെ. അങ്ങനെ ഇവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ അക്കത്തുണ്ടായിരുന്നു കൊച്ചു. സമീപവാസിയായ യുവതി കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു അന്നേരം ഇവിടെ അമ്മയും പറഞ്ഞു, ഇവിടെ ഒന്ന് നോക്ക്, ഇവിടെ ചിലപ്പോൾ തടഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പിള്ളേരോട് പറഞ്ഞു, മക്കളെ അമ്മ നിങ്ങൾ ഇവിടെ ഇറങ്ങണം മക്കളെ, ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ വാന്ന് പറഞ്ഞു. ആ ചേട്ടനോടും പറഞ്ഞിട്ട് അവരിവിടെ ഇറങ്ങി. അവർ അതിലിറങ്ങി ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടനെ കല്യാണിയെന്നും പറഞ്ഞുകൊണ്ട് അലർച്ച കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചു ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങൾ വേദന ചേട്ടാ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേദന അവരെ പിടിച്ചിങ്ങോട്ട് കയറ്റി. അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിൻ്റെ മൂക്കിൽ ഒരു മഞ്ഞ പോലെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അതൊക്കെ വലിച്ചു കളഞ്ഞ് പിന്നെ അത് അവിടെ എടുത്തിട്ട് ഞാൻ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ എല്ലാം വലിച്ചെടുത്ത് CPR കൊടുത്തു. അപ്പോൾ പയ്യെ എനിക്ക് കുഞ്ഞ് കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ചിമ്മി. അപ്പം ഞാൻ വേഗം പറഞ്ഞു, ചേട്ടാ കണ്ണ് പയ്യെ തുറന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയൊന്നും വിളിക്കാൻ നിന്നില്ല. ആ സ്കൂട്ടറിൽ അപ്പുറം ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ ഈ കൊച്ചിൻ്റെ വല്യച്ഛൻ കൊച്ചിനെ തൊളരിട്ടുകൊണ്ട് ആ ചേട്ടൻ സ്കൂട്ടർ എടുത്ത് അപ്പം തന്നെ പാഞ്ഞു പോവുകയത്. ഉടൻ തന്നെ ചവറ ടൈറ്റാനിയം ജംഗ്ഷനിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1.5 മാസം മുമ്പാണ് മാതാപിതാക്കൾക്കൊപ്പം കുട്ടി അമ്മയുടെ കുടുംബ വീട്ടിലെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ തിരിച്ചു പോകാനിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. അപകട സമയം അക്ഷികയ്ക്കും സഹോദരൻ അർണവിനും സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്ന ഓടയിലൂടെ ഒഴുക്ക് ശക്തമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന, ഇൻസ്പെക്ടർ M ഷാജഹാൻ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ജനസംഖ്യയുടെ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് കേരളത്തിലാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. മീയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു.
കോളേജുകളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനായി കിഫ്ബി 250 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. കൊട്ടാരക്കരയിൽ വിവിധയിടങ്ങളിലായി അക്കാദമിക് ക്ലസ്റ്ററുകൾ ഒരുങ്ങുന്നു. പുതിയ സ്കൂൾ കെട്ടിടത്തിൽ വിശാലമായ സ്മാർട്ട് ക്ലാസ് മുറികളുണ്ട്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിനൊപ്പം അടുക്കളയുമുണ്ടെന്ന് മിയണ്ണൂർ സർക്കാർ LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് ജനസംഖ്യയുടെ ശതമാന കണക്കിൽ നോക്കിയാൽ കേരളത്തിലാണ്. 13,500 സ്കൂളാണ്. അധ്യാപകരെല്ലാം ഇവിടെ യൂണിഫോം ധരിച്ചാണ് ഇരിക്കുന്നത്. നേരത്തെ 6 ലക്ഷം പേരാണ് ഒരു വർഷം സ്കൂളിൽ ചേർന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 3 ലക്ഷം പേരെ ചേർന്നുള്ളൂ. ജനസംഖ്യാ നിയന്ത്രണം വന്നിട്ടും നമ്മൾ ആ മേഖലയിൽ ഒരു കുറവും വരുത്താതെ തന്നെ മുന്നോട്ട് പോവാണ്. നമ്മുടെ സ്കൂളുകളുണ്ട്, ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് 1ാം സ്ഥാനമാണ് ഇന്ത്യയിൽ അല്ലേ. ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല ആരോഗ്യം. ഇപ്പൊ എല്ലാ കോളേജുകളിലും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ഗവൺമെന്റ് നടപടി. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, നെടുമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജാകുമാരി, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പ്രഥമാധ്യാപിക ജെസിയ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NSS കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന് 6.17 കോടിയുടെ ബജറ്റ്. മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപ നീക്കിവെച്ചു. സ്കോളർഷിപ്പ്, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ വകയിരുത്തി. കരയോഗ അംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ സഹായത്തിനായി 2 ലക്ഷം രൂപ വീതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി താലൂക്ക് NSS കരയോഗ യൂണിയൻ 6.17 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. സാമൂഹികക്ഷേമ പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗാംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ ധനസഹായം നൽകുന്നതിന് 2 ലക്ഷം രൂപ വീതം ഉൾപ്പെടുത്തി. ഹ്യൂമൻ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും, എൻഡോമെന്റ്, സ്കോളർഷിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്ക് 20 ലക്ഷം രൂപയും അനുവദിച്ചു. ദുരിതാശ്വാസ നിധി സംഭാവന ഇനത്തിൽ 2 ലക്ഷം രൂപയും മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപയും നീക്കിവെച്ചു. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപയും സർവീസ് ദ്വൈവാരികയ്ക്ക് 5 ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ NSS ട്രഷററും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ NV അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. നമ്മൾ ശാന്തമായി ഒന്ന് ആലോചിച്ചാൽ ഈ സംഘടന ഉണ്ടായില്ല എങ്കിൽ സമുദായാചാര്യന്റെ ഒരു അവതാര പുരുഷനെ പോലെ കടന്നു വന്ന് ഈ സംഘടന രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ, ആ പുരുഷായുസ് മുഴുവൻ തന്നെ ഇതിനു വേണ്ടി നിഷ്കാമമായി സമർപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തപ്പോൾ ഇന്ന് നമുക്കും സമൂഹത്തിനുമൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ ഇത്ര ശക്തമായ ഒരു പ്രസ്ഥാനം അദ്ദേഹം കെട്ടിപ്പടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കും. എവിടെ നിൽക്കും നമ്മൾ? എവിടെ ഒരുമിക്കും? നമ്മുടെ കാര്യങ്ങൾ എവിടെ പറയും? ആര് പറയും? ആരോട് പറയും? അതൊക്കെ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. സാമൂഹിക മാറ്റങ്ങൾക്ക് നല്ല നിലയിൽ നേതൃത്വം കൊടുത്തു. ആ ലക്ഷ്യങ്ങളൊക്കെ കൈവരിച്ചു. അതേപോലെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ നായർ സമുദായത്തിലെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സർക്കാർ സ്കൂളുകൾക്ക് സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ ബജറ്റ് അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണപിള്ള, യൂണിയൻ ഇൻസ്പെക്ടർ ട്രെയിനി VS സജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. 153 കരയോഗങ്ങളിൽ നിന്നുള്ള യൂണിയൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ വെള്ളക്കെട്ട്. 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ഓച്ചിറ പള്ളിമുക്കിൽ നിന്നും പരബ്രഹ്മ ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി തോടിന് പകരം സ്ഥാപിച്ച പൈപ്പിന്റെ വ്യാസം കുറവായതിനാൽ നീരൊഴുക്ക് സുഗമവുമല്ല. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 30ഓളം കുടുംബങ്ങളെയാണ് വെള്ളക്കെട്ട് ബാധിക്കുന്നത്. ഓച്ചിറ പള്ളിമുക്കിൽ നിന്നും പരബ്രഹ്മ ആശുപത്രിക്ക് സമീപത്തുകൂടി കല്ലൂർ മുക്കിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായി മാറിയത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുകയും തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനങ്ങൾ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ദേശീയപാത അധികൃതർ പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 8 ഇഞ്ച് മാത്രം വ്യാസമുള്ളതാണ് പൈപ്പ്. ഇതിലൂടെ പൂർണ്ണമായ തോതിൽ വെള്ളം ഒഴുകി മാറുകയുമില്ല. ഇതാണ് വെള്ളക്കെട്ടിന് കാരണമായി മാറിയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഓച്ചിറ ഗ്രാമത്തിലെ 10ാം വാർഡിലെ ഒരു 40ഓളം കുടുംബങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കഴിഞ്ഞ ദേശീയപാതയുടെ പണി എന്ന് ആരംഭിച്ചിട്ടുണ്ട് അന്നു മുതൽ ഈ വീടുകളെല്ലാം വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. കക്കൂസ് മാലിന്യം കലർന്ന വെള്ളമാണ് ഇപ്പോൾ ഈ 40 കുടുംബങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്.
ഇതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ നാട്ടുകാരൊന്നടങ്കം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ സമരത്തിലായിരുന്നു. അവസാനം NH ഓഫീസേഴ്സ് ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് വന്ന് ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ഒരു പരിഹാര മാർഗം കാണുന്നതിന് വേണ്ടി പൈപ്പ് ഇടാമെന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ സമരം പിൻവലിച്ച് പിന്നോട്ട് മാറി. പക്ഷേ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വൈകിട്ട് ഒരു 3 മണിയോടുകൂടി വെറും 8 ഇഞ്ച് സൈസിലുള്ള പൈപ്പുമായിട്ടാണ് NH ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ 8 ഇഞ്ചിൻ്റെ പൈപ്പ് ഇവിടെ ഇട്ട് പ്രശ്നം തൽക്കാലത്തേക്ക് സോൾവ് ചെയ്തു തരാം എന്നുള്ള ആ പരിഹാര മാർഗം ഞങ്ങൾ അംഗീകരിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഓരോ വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെള്ളക്കെട്ട്. അത് രോഗബാധിതമാകുന്ന വെള്ളമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം ഒന്നുമല്ല, ഈ 8 ഇഞ്ച് പൈപ്പ് ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഇപ്പം ഗവൺമെൻറ് NH അതോറിറ്റി സ്ഥാപിക്കുന്ന പൈപ്പ് ഈ ഭൂമിയുടെ വാട്ടർ ലെവലിനെക്കാട്ടിലും പൊക്കത്തിലാണ്. ഒരു കാരണവശാലും ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി പോകില്ല. അശാസ്ത്രീയമായ പൈപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം താലൂക്ക് പ്രസിഡന്റ് മെഹർ ഖാൻ ചേന്നല്ലൂരിൻ്റെയും പഞ്ചായത്ത് അംഗം ഗീതാകുമാരിയുടെയും നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്നാൽ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ വിരമിച്ച SI-മാരായ സക്കീർ ഹുസൈൻ, വിജയരാജൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിരമിച്ച SI-മാർക്കാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകിയത്. വിരമിച്ച SI-മാരായ സക്കീർ, വിജയരാജൻ പിള്ള എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ശാസ്താംകോട്ട SHO മനോജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SI ഷാനവാസ്, SI ശരത്, ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി. അനൂസാർ ഇരിക്കുന്ന സമയത്തൊക്കെ വെളുപ്പിനെ 4 മണിക്ക് വിട്ടാലും പറയും വൈകുന്നേരം 4 മണിയാകുമ്പോൾ അടുത്ത ഉത്സവത്തിന് വരണമെന്ന് പറയും. പക്ഷെ അത്രയ്ക്ക് ഒരു സ്നേഹം നമ്മുടെ ഇവിടെയുള്ള സേനാംഗങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് റിട്ടയർ ആയി പോകുന്ന വിജയരാണ് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത കാലം മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ സാറ്റ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ എത്തുന്നത്. പക്ഷെ വൈകുന്നേരങ്ങളിൽ താമസിച്ചായിരിക്കും പോകുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ സാറ്റയുടെ സമയത്ത് ഞാൻ സാർ ഇല്ലെങ്കിൽ മാത്രമാണ് സത്യത്തിൽ ഞാൻ സാറ്റയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോഴും 8 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, എത്തുന്ന വ്യക്തിയാണ് വിജയരാജൻ. വിജയരാജന്റെ വൈഫിനെ കൊണ്ടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ ഇവിടെ വരും. രാത്രി ചേച്ചി വരുന്നതിനനുസരിച്ച് രാത്രി 8-9 മണി വരെ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒന്ന് ഇടയ്ക്കൊരു ദിവസം നമ്മൾ നേരത്തെ 8:30 പോകാൻ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പോകുന്നില്ല, ഈ മനുഷ്യനെങ്കിലും ഇറങ്ങാൻ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്ക് കയറി. സാറിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. കാരണം ഞാൻ വന്ന സമയത്ത് തന്നെ സാർ ലീവിലായിരുന്നു. സാറ് റിട്ടയർ ചെയ്ത് പോകുമ്പോഴും ലീവിലാണ്. പക്ഷേ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ ലോ ആൻഡ് ഓർഡറിലെ പുലിയായിട്ടാണ് അവിടെയുള്ള എല്ലാ ജീവനക്കാരും സക്കീർ സാറിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം പോകുമ്പോൾ നമ്മുടെ സ്റ്റേഷനുണ്ടാവുന്ന ഒരു നഷ്ടവും വിടവും നികത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സാറിനെ പല അവസരങ്ങളിലും നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. കരാട്ടയാണ് സാറിന്റെ ലൈഫ്. സ്വന്തമായിട്ട് എറണാകുളത്തിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളി വാർഷികം നടത്തി. മത്സരങ്ങൾ, അനുമോദനം, ദന്തൽ ക്യാമ്പ്, ആദരവ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വടക്കൻ മൈനാഗപ്പള്ളി 2-ാം വാർഡിലെ കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളുടെ വാർഷിക ആഘോഷമാണ് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി സോമവിലാസം ചന്തയ്ക്ക് സമീപത്തെ കുഞ്ഞുമോൾ നഗറിലായിരുന്നു പരിപാടി. വാർഷികത്തിന്റെ ഭാഗമായി ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IDA കരുനാഗപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പ്. തുടർന്ന് ഘോഷയാത്ര നടത്തി. NR കൺവെൻഷൻ സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കാളകുത്തും പൊയ്ക NSS കരയോഗം ആശാരിപറമ്പ് വഴി കുഞ്ഞുമോൾ നഗറിൽ സമാപിച്ചു. പൊതുസമ്മേളനം കൊടിക്കുന്ന് സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. അത് കുടുംബശ്രീ ആകട്ടെ, തൊഴിലുറപ്പാകട്ടെ, ആശയാകട്ടെ, എല്ലാവരും ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. അത്രമാത്രം ജനങ്ങളുമായി ഇഴുകിച്ചേരുന്ന, ഈ നാടിന്റെ പ്രശ്നങ്ങളുമായി ഇഴുകിച്ചേരുന്ന, നാടിന്റെ എല്ലാ പൊതുകാര്യങ്ങളിലും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ PM ചെയ്ത് അനുകരണീയമായ മാതൃകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഈ അവസരം ചോദിക്കുക. ഈ വർഷത്തെ പൊതുപരിപാടികൾ, ഈ വർഷത്തെ ഈ വാർഡിലെ പൊതുപരിപാടിയുടെ അവസാനമാണ് എന്നത് പറയുണ്ടായി. തീർച്ചയായും വളരെ മാതൃകാപരമായ 5 വർഷത്തെ പ്രവർത്തനം
ഏതാണ്ട് 2-3 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ 5 വർഷക്കാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് മൈനാഗപ്പള്ളി പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുകയും ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നാലും അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു അവരോടൊപ്പം അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന പഞ്ചായത്ത് മെമ്പർ ശ്രീ സൈദിനെയും അദ്ദേഹത്തിന്റെ വാർഡിലെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. ഗ്രാമപഞ്ചായത്ത് അംഗം PM സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ഒരൊറ്റ സ്ഥലത്തും കാക്ക പോലും ആഞ്ഞിലിക്കുരു ഇടുന്നില്ല. കാരണം എന്താ അറിയോ, ഇത് ഇട്ടാൽ മനുഷ്യരായ നമുക്കിടയിലെ വർഗീയത, നമുക്കിടയിലെ സ്വത്തിനോടുള്ള ആഗ്രഹം, നമുക്കിടയിലെ പക, നമ്മൾ എപ്പോഴാണ് ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയുക? പണ്ടൊരാൾ മരിച്ചു കഴിഞ്ഞ് അങ്ങ് കബറിൽ കിടന്നിട്ട് 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ദൈവത്തിനോട് എനിക്കൊന്ന് സോമവിലാസം ചന്തയെ വരെ വരണം. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറൊന്നിനുമല്ല, ഒറ്റ തവണ വിട്ടാൽ മതി. അതെന്തിനാടാ നീ മരിച്ചു എന്ന് കഴിഞ്ഞ് പോകുന്നത്? അത് അവിടെ ഒരു അനുശോചന സമ്മേളനം നടക്കുന്നു. എനിക്ക് അവിടെ പോയിരുന്നൊന്ന് കേൾക്കണം. എന്താണെന്നറിയോ, ഞാൻ ഇത്രയും നാൾ ഈ നന്മയെല്ലാം ചെയ്തിട്ടും എൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ഒരു നല്ല വർത്തമാനം ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും മരിച്ചു കഴിഞ്ഞ് പറയാൻ വെച്ചേക്കുക. ADS അംഗം ഷേർലി സ്വാഗതം പറഞ്ഞു. CDS അംഗം മനീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ അനിൽ മുഹമ്മദ് അനുമോദന പ്രസംഗം നടത്തി. +2 വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മയും SSLC വിദ്യാർത്ഥികളെ അനുമോദിക്കൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകനും നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിമോൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളി, B സേതുലക്ഷ്മി, R ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുതുതായി നിർമ്മിക്കുന്ന കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് ശിലയിട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി പഴയ കോൺഗ്രസ് മന്ദിരം പൊളിച്ചു നീക്കേണ്ടി വന്നതിനെ തുടർന്നാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ശിലയിട്ടു. KC വേണുഗോപാൽ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ 2 നിലയായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ സ്ഥലം ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പഴയ ഓഫീസ് പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. CR മഹേഷ് MLA, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, ബിന്ദു കൃഷ്ണ, R രാജശേഖരൻ, KG രവി, KA ജവാദ്, M അൻസാർ, തൊടിയൂർ രാമചന്ദ്രൻ, LK ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ VV വേലിക്കുട്ടി അരയൻ അനുസ്മരണം ചെറിയഴീക്കിൽ നടത്തി. വിജ്ഞാന സന്തായനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ VV വേലിക്കുട്ടി അരയന്റെ 56ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ചെറിയഴീക്കൽ വിജ്ഞാന സന്തായിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ ജോയി വ്ളാത്തങ്കര ഉദ്ഘാടനം ചെയ്തു. S ജയൻ അധ്യക്ഷത വഹിച്ചു. A പ്രദീപ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്ത് ഇടങ്ങളിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. നമ്മൾ ഏറ്റവും ഗംഭീരമായി ഇന്നും വായിക്കുന്ന കവിതകളുടെ ആളുടെ പേര് കുമാരനാശൻ എന്നാണ്. വേലിക്കുട്ടി അരയൻ നമ്മൾ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് വീണപ്പൂ എന്ന് പറയുന്ന എക്കാലത്തെ മെന്റൽ ബ്ലോക്ക് എഴുതി ഒരു കട്ടനെ തുടർന്ന് എഴുതാൻ കഴിയുന്നില്ല. ആ എഴുത്തവൾ ഉപേക്ഷിച്ചു. അദ്ദേഹം എറണാകുളത്തിലേക്ക് വരുന്നു. M ശശിധരൻ, R രാംകുമാർ, P ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാറ്റുലിത്തോട് ശുചീകരിച്ചതോടെ തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ചെളിയും പായലും മണ്ണും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട തോട് വൃത്തിയാക്കിയതോടെയാണ് വെള്ളപ്പൊക്ക കെടുതിക്ക് പരിഹാരമായത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡിൽ തോട് പൂർണ്ണമായും ശുചീകരിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡിലാണ് പാറ്റുലിത്തോട് ശുചീകരിച്ചത്. ഇതോടെ തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കാലിത്തീറ്റ ഫാക്ടറി മുതൽ പടിഞ്ഞാറ് പാറ്റുലിത്തോട് മണ്ണും ചെളിയും പായലും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതോടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നതും പതിവായി. ഇതിനൊരു പരിഹാരമായാണ് 22ാം വാർഡംഗം ബഷീർ എവർമാക്സ് മുൻകൈയെടുത്ത് JCB ഉപയോഗിച്ച് തോട് വൃത്തിയാക്കിയത്. തോട് അവസാനിക്കുന്ന നഗരസഭാ പരിധിയിലെ പാറ്റുലിത്തോട്ടിലെ സംഗമ സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതും നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായിരുന്നു.
പായലും മാലിന്യവും നീക്കം ചെയ്യാൻ സത്വര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ബഷീർ എവർമാക്സ് ആവശ്യപ്പെട്ടു. നമ്മുടെ തുടിൽ പഞ്ചായത്തിന്റെ 7 വാർഡുകളുടെ വെള്ളം വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് 22ാം വാർഡ്. ആ 22ാം വാർഡ് തോട്ടുവര കിഴക്കേശത്തുള്ള പ്രദേശം മൊത്തം വെള്ളത്തിൽ മുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാലിത്തീറ്റ ഫാക്ടറിയുടെ മുമ്പിൽ നിന്നും ഇറ്റാച്ചി വാടകയ്ക്കെടുത്ത് അവിടെ തോട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2-3 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു വേദനയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൃത്തിയാക്കൽ നടക്കുന്നത്. അതുപോലെ തന്നെ പാറ്റോണ്ടിത്തോടിൻ്റെ ES കനാലിൽ നിൽക്കുന്ന പാറ്റത്തോടിൻ്റെ കുളഭാഗം നിറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് അവിടെയും വൃത്തിയാക്കാനുണ്ട്. അത് മുനിസിപ്പാലിറ്റി നേരിട്ടാണ് വൃത്തിയാക്കേണ്ടത്. അതും കൂടെ വൃത്തിയാകുന്നതോടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് നല്ലതുപോലെ ഒഴുകും. അത് ആ വെള്ളക്കെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കെ ചെല്ലപ്പൻ സ്മാരക ഓച്ചിറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. CR മഹേഷ് MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 56 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടത്തി. കെ ചെല്ലപ്പൻ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടമാണ് ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തത്. MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 56 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. കോവിഡിന് ശേഷം നമ്മുടെ ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾക്ക് ഹൃദയസ്തംഭനം വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളടക്കം അതിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നു. വലിയ ആളുകൾക്കും അതുപോലെ ഒരുപാട് പ്രയാസമുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ രോഗത്തിനെ നിർണ്ണയിക്കാൻ പോലും എന്താണ് കാരണങ്ങളെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്തവണ്ണമുള്ള സങ്കീർണതകൾ ഇന്ന് ആരോഗ്യ മേഖലയിലുണ്ട്. അടുത്ത ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എണ്ണം 1000-ൽ കവിഞ്ഞു കേരളത്തിൽ നിന്നതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും രോഗങ്ങളുടെ ആക്രമണത്തെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, രോഗം വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നൽകുക, അത് ഏറ്റെടുക്കാറുക. അപ്പോൾ രോഗപ്രതിരോധ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ജീവിതശൈലിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്ന് ഉപയോഗത്തിലും ഒക്കെ. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വെൽനസ് സെന്റർ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. ഒരു സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. നല്ല ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നല്ല പൊതുപ്രവർത്തകനായിരുന്നു. നല്ല ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പണ്ട് കാലത്ത് ഈ ആയുർവേദ ആശുപത്രികളെ അറിയപ്പെട്ടിരുന്നത് കഷായ ആശുപത്രികൾ എന്നാണ്. ഇവിടെ വരുന്ന അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ കഷായം ലഭിക്കണം, മരുന്നുകൾ കിട്ടണം, മുക്കൂട്ട്, എണ്ണ, കുഴമ്പ്, ഇങ്ങനെയുള്ള ചികിത്സകൾക്കാണ് വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ചു. ഇപ്പോൾ കാലം ഒരുപാട് മാറി, ജനസംഖ്യ കൂടി, വരുന്ന ആളുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളേഷൻ മുഖൻ, ലത്തീഫ ബീബി, ശ്രീലത പ്രകാശ്, മിനി പൊന്നൻ, ഇന്ദുലേഖ രാജേഷ്, ഗീത രാജു, സന്തോഷ് അനീത്ത്, ഫാദർ ഫിലിപ്പ് ജോർജ്, സിറാജുദ്ദീൻ, ശ്രീരാജ്, രാജൻ, ഡോക്ടർ രശ്മി രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ കണ്ണീരിലാഴ്ത്തി 4.5 വയസ്സുകാരിയുടെ മരണം. അമ്മയുടെ കുടുംബ വീട്ടിൽ വിരുന്നിനെത്തിയ 4.5 വയസ്സുകാരി ഓടയിൽ വീണു മരിച്ചു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി അനീഷ് രശ്മി ദമ്പതികളുടെ മകൾ കല്യാണി എന്ന് വിളിക്കുന്ന അക്ഷികയാണ് മരിച്ചത്. പന്മനയിലെ അമ്മയുടെ കുടുംബ വീട്ടിലായിരുന്നു 1.5 മാസമായി അക്ഷിക. ജനസംഖ്യയുടെ ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് കേരളത്തിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി. മീയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. NSS കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന് 6.17 കോടിയുടെ ബജറ്റ്. മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപ നീക്കിവെച്ചു. സ്കോളർഷിപ്പ്, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ. കരയോഗ അംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ സഹായത്തിനായി 2 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ വെള്ളക്കെട്ട്. 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. നീരൊഴുക്ക് തടസ്സപ്പെട്ടത് വെള്ളക്കെട്ടിന് കാരണം. തോടിന് പകരം സ്ഥാപിച്ച പൈപ്പിന്റെ വ്യാസം കുറവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.